അല്ല ഞാൻ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ അന്ന് തമ്പുരാൻ, അന്നത്തെ തമ്പുരാൻ നടക്കി വരാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഇന്നത്തെ തമ്പുരാക്കന്മാർ കൊടുക്കണില്ല. ശശിയേട്ടാ, എന്താണ് പിത്തള ശലഭം? പിത്തള ശലഭം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ബൈബിളിലേക്ക് പോകേണ്ടി വരും. ഫറവോൻ്റെ കാലത്ത് ഈ മോസസ് എന്ന് പറയുന്ന ഒരു ആള് യഹോവ ഇവിടേക്ക് വരും. പിന്നെ അവരെ നദി കടത്താനും അല്ലെങ്കിൽ പുഴ കടത്താനും അല്ലെങ്കിൽ കടൽ കടത്താനോ ഒക്കെ നാട്ടുകാരെയും അതുമാതിരി തന്നെ അവരെ സഹായിച്ചിട്ടുള്ള ഈ യഹോവ ഒരു ദിവസം കാണാണ്ടാവുന്ന സമയത്ത് ഫറവോൻ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ആളുകൾ മുഴുവൻ ഞങ്ങളുടെ ദൈവം അവിടെ, ഞങ്ങളുടെ ദൈവപുത്രൻ്റെ അവിടെ, ഞങ്ങൾക്ക് ആളെ വേണം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാതിലും കഴുത്തിലൊക്കെ കിടക്കുന്ന ആഭരണങ്ങൾ, ഈ പിത്തള കൊണ്ടുള്ള ഈ നിങ്ങളെ ആഭരണങ്ങൾ ഈ തീക്കുണ്ടാരത്തിലേക്ക് ഇടുക, അവിടെ വരും എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ എല്ലാവരും കൂടിയിട്ട് ആ ഒരൊറ്റ വാക്കിൻ്റെ മുകളിൽ ഇതെല്ലാം ഊരി ഇതിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷം അതിൽ നിന്ന് ഉരുകി ഒലിച്ചുണ്ടായിട്ടുള്ള ഒരു കൊഴുത്ത കാളക്കുട്ടി, ഒരു നല്ല കട്ടയുള്ള ഒരു കാളക്കുട്ടീനെയാണ് അതിൽ കിട്ടുക. ആ കാളക്കുട്ടീനെ ഒരു എടുത്ത് കൊടുത്തിട്ട് പറയും, നിങ്ങളുടെ ദൈവം ഇതാണ്, നിങ്ങൾ പൂജിച്ചോളൂ, അല്ലാതെ എനിക്ക് ജീവനുള്ള ഒരാളെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഇൻസിഡൻറ്റിനെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതും ശശിയേട്ടൻ കുട്ടിക്കാലത്ത് കണ്ടതും പിത്തള ശലഭത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റാവുന്ന ഒരു കാര്യത്തിൽ അന്നത്തെ കുന്നത്തെ പറയുന്ന വല്ലച്ചിറ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് വരാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇല്ല ഇല്ലേ? ഇല്ല. നടയിൽ അന്ന് അത് ഈ കാരണത്തിന് ശേഷമാണെന്ന് പറയുന്നത് കടക്കാൻ പറ്റിയിട്ടുള്ളത്. അത് കാർത്തിക ദിവസം മാത്രം. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് വരുന്നുണ്ട്. വരുമ്പോൾ തമ്പുരാൻ വന്നിട്ട് അവളാമണിക്കൽ തമ്പുരാൻ വന്നിട്ട് എന്തൊരു കിഴി എന്തൊക്കെ കൊടുക്കും. അതിപ്പോഴും കാണാൻ നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഒന്ന് റൗണ്ട് അടിക്കുകയോ ചെയ്യാം. അത് അങ്ങനെ. പക്ഷെ നടക്കില്ലല്ലോ, ഒരു സൈഡിൽ ഒരു അല്ല, മുമ്പ് നടക്കി വന്നിട്ട് തലവെട്ടി പൊളിക്കുകയും മഞ്ഞൾ വെച്ച് ചാർത്തുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നില്ല. അത്രയും ഭയത്തിന്റെ. ഇപ്പം അത് കിഴക്കാൻ മാറ്റി ഫ്രണ്ടിലേക്ക് വരാൻ പറ്റില്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ കടക്കണ്ടാന്ന് തീരുമാനിക്കുന്ന എത്രയുള്ളൂ. അതിന് ശക്തമായിട്ടല്ല ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പോഴും അതിലും അന്ന് നിലവിലുണ്ടായിരുന്നേക്കാളും ശക്തമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അല്ല ഞാൻ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ അന്ന് അന്നത്തെ തമ്പുരാൻ നടക്കി വരാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തമ്പുരാക്കന്മാർ കൊടുക്കണില്ല. അതിൽ വളരെ ഭംഗിയായിട്ട് നാടകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. തമ്പുരാൻ കാന്തൻ ഒരു പറയുന്നുണ്ട്, നമുക്ക് ആലിംഗനത്തിനുള്ള സമയമായി, വാദ്യമേളങ്ങൾ മുഴങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ നടക്കുന്നുണ്ട്. ഇയാൾ നടക്കുന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കിലുക്കം കേൾക്കുന്നത്. ആ കിലുങ്ങി വരുന്നത് വെളിച്ചപ്പാടാണ് തുള്ളുന്നത്. വെളിച്ചപ്പാട് തുള്ളി ഇറങ്ങി വരുന്നു, താഴ്ത്തിക്ക് ഇറങ്ങി വന്നിട്ട് ആണ് ഈ കാര്യം പറയുന്നത്. വെളിച്ചപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി നേരിട്ട് വന്ന് പറഞ്ഞാണല്ലോ. അപ്പം അത്തരം അത് നമുക്ക് കാണുന്നവർക്കും വായിക്കുന്നവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ കൃത്യമായിട്ട് മനസ്സിലാക്കൽ തന്നെയാണ്. കാരണം ഇതൊരു എന്താ പറയുക, പറ്റിക്കൽ പരിപാടിയാണ്, വഞ്ചിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അന്നും ഇന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇതിനു മുൻപ് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഏത് രചനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. രചന സേവ് അവർ സോൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. അത് സ്വന്തം രചന തന്നെയാണ്. അതെനിക്ക് കൃത്യമായിട്ടുള്ളത് മൗലിക രചന എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ്. അത് നല്ല നാടകം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാം തികഞ്ഞ ഒരു നാടകമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. നമ്മൾ പുറത്ത് നാടകം വായിക്കുന്നത് നമ്മുടെ അല്ലാത്ത രീതിയിൽ വായിച്ചിട്ട് നമുക്കത് നന്നായി തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാ ആക്ടേഴ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. നാടകത്തിനൊന്നും പ്രൈസ് കിട്ടിയില്ല. പക്ഷെ ആദ്യത്തെ കളി ഫസ്റ്റ് അതിനായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ വിഷയം? ഒരു പെൺകുട്ടി അവളുടെ അമ്മ കേണൽ, ഒരു കേണലിൻ്റെ ഭാര്യയും മകളാണ്. കേണലിനാണെന്നുണ്ടെങ്കിൽ ഒരു 300ഓളം വിപ്ലവകാരികൾ ഒരു സ്കൂളിൽ തങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അറ്റാക്ക് ചെയ്ത ആ ഒരു സമയത്ത് ഇവർ പോയിട്ട് അവിടെയുള്ള കുട്ടികൾ ഈ ആക്രമണത്തിൽ മരിക്കുകയാണ്. അതോടുകൂടി അയാൾ നാട്ടിൽ നിന്ന് പോണ്ടി വരും. മറ്റേ കോടതി അയാളെ ഈ കൊല്ലാനൊക്കെ വിധിച്ച് അങ്ങനെ അവിടെ നിന്ന് നാട് വിട്ടു പോരാണ്. പിന്നെ ഇവർ ഈ നാട്ടിൽ നിന്ന് എവിടെ ചെന്നാലും ഇവർക്ക് വലിയ പ്രശ്നങ്ങളാണ്. ഇത് ആ കേണലിൻ്റെ ഭാര്യയും കുട്ടിയാന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഓടിക്കും. ഇങ്ങനെ ഒരുപാട് അത് ഒറ്റ 2 കളി കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നീട് അത് കളിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഈ സിഡ്നിയിൽ അതാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാധനം അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിൽ പള്ളിയിൽ അച്ഛനുണ്ട്, അതിൽ കഥാപാത്രങ്ങൾക്കൊക്കെ അങ്ങനത്തെ ചില പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളാണ്. ഒരാൾ ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഈ എന്താ പറയുക, കുഷ്ഠരോഗികളെയും അതുപോലെ തന്നെ ക്ഷയരോഗികളെയൊക്കെ ചികിത്സിക്കുന്ന
അതാണ് അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അല്ല, ഈ വായനയുടെ ഒരു തലത്തിൽ വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പം നമ്മൾ ഇപ്പോൾ മലയാളത്തിലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും സത്യത്തിൽ ഹിറ്റ് വരുന്നത്. അതെ അതെ. ഹിറ്റ് വരുന്നത് അങ്ങനെ ഒരുപാട് സാഹിത്യ സൃഷ്ടികളെ ശശിയേട്ടൻ നാടകമാക്കിയിട്ടുണ്ട്. ഓ അതേപോലെ തന്നെ ഒരുപാട് ഈ ക്ലാസിക്കുകളായിട്ടുള്ള, കാരണം നമ്മളൊന്നും വായിക്കാനോ അല്ലെങ്കിൽ മുഖ്യധാര അധികമൊന്നും ആൾക്കാർ കൊണ്ടാടപ്പെടാത്ത ഒരുപാട് പുസ്തകങ്ങളുടെ ഒരുപാട് നാടകങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും തോന്നിയിട്ടുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ ഈ ലോക ക്ലാസിക്കലായിട്ടുള്ള ഒരുപാട് നാടകങ്ങളുണ്ട്. ക്ലാസിക്കുകൾ ഇപ്പോൾ ഷേക്സ്പിയറിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ വായന തുടങ്ങി. ക്ലാസിക്കുകൾ എന്തും മനുഷ്യ നന്മയ്ക്കുള്ളതാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് കാലത്തെ ചില പ്രത്യേകതകൾ വെച്ച് മാത്രം എഴുതപ്പെട്ടിട്ടുള്ള സംഭവം. 20-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ളതാണെങ്കിലും 15-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ളതാണെങ്കിലും ക്ലാസിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഡെക്കാമറോൺ കഥകളടക്കം അത് ഒരു കാലത്ത് നമുക്കത് അതായിരുന്നു ശരി എന്ന് പറയേണ്ടി വരുന്നുള്ളൊരു ബോധ്യം വായനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിലേറ്റവും എളുപ്പം ഞാൻ പറയട്ടെ, കിഴവനും കടൽ എന്ന് പറയുന്ന നാടകം, അത് നോവൽ. ആ നോവൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറയുന്ന ഇത് നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതാണ്. പിന്നെ സാന്റിയാഗോ എന്ന് പറയുന്ന കഥാപാത്രം കേട്ടിട്ടുണ്ട്. പിന്നീടാണ് അതൊക്കെ വായിക്കുന്നത്. ആ വായിക്കുന്ന സമയത്ത് ഈ ഒരു കേരളത്തിലുണ്ടായിരുന്നൊരു ചുറ്റുപാടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സഖാവ് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പൊളിറ്റീഷ്യന്മാരെല്ലാം ഉദ്ദേശിക്കുന്നത്, ഇന്നിപ്പോൾ അതേപോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ല എന്നല്ല പറയുന്നത്. അവർ എത്രയോ അനുഭവങ്ങളിൽ കൂടിയാണ് അവർ ഇവിടം വരെ എത്തുന്നത്. പക്ഷേ ഈ ജനങ്ങളുടെ അഭിപ്രായത്തിൽ അവരെന്നും മോശക്കാരായിട്ട് നിൽക്കുന്ന ആ ഒരു സംവിധാനത്തിനെതിരെയാണ് ശരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. ഈ ആൾക്കാരെ പറച്ചിലല്ല സഖാവ് എന്ന് പറയുന്നത്. സഖാവ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അനുഭവിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഫിഡൽ കാസ്ട്രോവും ചെഗുവേരയൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇയാൾ 85 ദിവസങ്ങളിൽ ഈ മീനെ പിടിക്കാൻ പോയിട്ടും അയാൾക്കത് കിട്ടാതെ വീണ്ടും പോയിട്ട് 3 ദിവസം കൂടി കഴിഞ്ഞ് വരുന്ന അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രൊഡക്ഷനാണ് വേറെ ആൾക്കാർ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഇപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പൊതുകാര്യ പ്രസക്തനായിട്ടുള്ള ഒരാൾ, ഒരു സാമൂഹിക പ്രവർത്തനമായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്താലും ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ AKജിനെയൊക്കെ നോക്കുന്നത്, എപ്പോൾ വേണമെങ്കിൽ AKജിനെയൊക്കെ തള്ളിപ്പറയാവുന്ന ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ EMS അതൊരു വേറെ തരത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതൊക്കെ ആ ആളുകൾക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. കാരണം അതിൻ്റെ എല്ലാ തരത്തിലും നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മൊത്തം ജനതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ജോലി എന്ന് വളരെ ലാഘവത്തോടെ ചോദിക്കുന്ന ഒരു തലമുറ. അത് ആ രാഷ്ട്രീയത്തെ പഠിപ്പിക്കുന്നില്ലാണ്. കാരണം അതാണ് ഏറ്റവും പോസ്റ്റ് മോഡേൺ എന്നുള്ളൊരു തലത്തിലുള്ള തോന്നിപ്പിക്കലാണ്. കാരണം അധികാരം അതിൻ്റേതായിട്ടുള്ള രീതിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രോധങ്ങളുണ്ട്. അധികാരത്തിലൂടെ പലപ്പോഴും സന്ധി ചെയ്തിട്ടൊന്നുമല്ല. ഇപ്പോൾ ശശിധരനെ പോലെ ഒരാൾ അധികാരത്തിൻ്റെ പങ്ക് പറ്റാനോ അതിൽ സന്ധി ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ ഉണ്ടാവുന്ന തലത്തിലല്ലാതെ ഇപ്പോൾ കിഴവനും കടലല്ലാത്ത തരത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു ക്ലാസിക് കൃതി ഏതായിരുന്നു ആദ്യം ആലോചിച്ചിട്ടുള്ള? ഹിഗിറ്റാണ് ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത്. ഹിഗിറ്റ് ഭയങ്കര പേടിയോടുകൂടി ചെയ്തിട്ടുള്ളതാണ്. അതേ കാലത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാരൊക്കെ പറഞ്ഞാൽ പേടിപ്പിച്ചിട്ടുള്ളതാണ്. എന്നെ സുഖം കൊല്ലും, അത് ചെയ്ത് അഡ്മിനിസ്ട്രേഷൻ ഇതിൽ ജോലി ചെയ്യുന്ന ആളാണ് നമ്മുടെ ആൾക്കാർ തന്നെ. അപ്പോൾ അന്ന് ആ ഭയങ്കര പേടിയോടുകൂടിയാണ് ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് ഞാൻ പരിചയപ്പെട്ട് സൗഹൃദം വന്നപ്പോൾ ആൾ പറയുന്നത് ഞാനിത് തുടക്കം പോലെ അറിയണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നീട് അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ശരിക്കും ഒരു ധൈര്യം വരുന്നത് അവിടെ നിന്നാണ്. പിന്നെ 30ഓളം ശരിക്കും ക്ലാസിക് കൃതികളും അതുമാതിരി തന്നെ ചെറുകഥകളും നാടകമൊക്കെ ചെയ്തിട്ട് NS മോഹൻ്റെ തന്നെ പുലപ്പേടിയും കാർമനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേറെ തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. പിന്നെ പ്രതീക്ഷയുടെ കന്യം എന്ന് പറയുന്ന സാധനം അതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് പ്രൈസ് വന്നിട്ടുള്ള കേട്ടോ. നാഷണലൊക്കെ കളിച്ചിട്ടുള്ളതാണ്. അതൊക്കെ വെറുതെ കളിച്ച് പോരുന്നതല്ലാന്ന്. ഇപ്പോൾ കന്യൊക്കെ 2 തവണ MG യൂണിവേഴ്സിറ്റി പ്രൈസാണ്. അതേപോലെ തന്നെ ഈ കാർമൻ എന്ന് പറയുന്നത് വാരണാസിയിലൊക്കെ നാടകം കളിക്കാൻ പോകുന്നത്, അതായത് ഇതിൻ്റെ ഏറ്റവും ക്യാമ്പസിൻ്റെ ഏറ്റവും അറ്റം. അപ്പം അങ്ങനെ ഒക്കെ വന്നിട്ടുള്ള നാടകങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ ക്രോധത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ, ഇത് ഈ എന്താണ് ആളുടെ പേര്, ജോൺ സ്റ്റൈൻബക്കിൻ്റെ. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ വേറൊരു തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ, ഞാൻ നാടകക്കാരനാവണേക്കാൾ അപ്പുറത്ത് സ്വയം നവീകരിക്കുക എന്ന് പറയുന്നൊരു സാധനം അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു നാടകം, ഒരു കഥ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇത് നാടകമാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഓളായിട്ട് പോവുകയും അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വേറൊരു തരത്തിൽ
അതിൻ്റെ ആ ഒരു കൃതിക്ക് ഉള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് നമുക്കും അനുഭവപ്പെടുന്ന പോലുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. കളിച്ചു കഴിയുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. നന്നായാലും പൊട്ടയിലും ഒരു കല എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നു നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല നമ്മുടെ ജീവിതം, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ. ഒരാൾക്ക് തിയേറ്ററിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒറ്റയ്ക്ക് അങ്ങനെ പറ്റില്ല. വളരെ അപൂർവമാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപൂർവം മനുഷ്യന്മാരുണ്ട്. പക്ഷെ അതിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് അവരുടെ ഫാമിലി ഇല്ലാതെയും ഒറ്റയ്ക്കൊക്കെ നിലനിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നാടകത്തോട് ഭയങ്കര സമീപനവും അതിനോടുള്ള ഇതൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു കുടുംബം, കുട്ടികൾ, അതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നിലനിൽപ്പിൻ്റെ ഒരു ഇതല്ലാതെ പോലും നിൽക്കുന്നു എന്ന് പറയുന്നത്. ആ ഒരു രീതികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു രചനയിലേക്ക് പണ്ടേ മുതലേ അങ്ങനെയുണ്ട്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ കുടുക്കയൊക്കെ കളിക്കുമ്പോഴാണെങ്കിൽ പോലും അതിലൊന്നും ചിലപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും ഉണ്ട്. അതൊരു ചിലപ്പോൾ താജ് എഴുതി വെച്ചതല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താജ് എഴുതിയതല്ലാതെ അതിന് ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാലത്തോട് കൂട്ടിച്ചേർക്കാൻ പറ്റാവുന്ന ഒരു ഇമ്പ്രവൈസേഷനൊക്കെ അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അരങ്ങിലെ മറ്റൊരു രചനയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാലനത്തീനിയൊക്കെ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു തരത്തിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തിൻ്റെ പിന്നലെ പോലും നമുക്കറിയാത്ത മനുഷ്യരിലേക്ക് ഒരു പക്ഷേ കൂടുതൽ അറിയാനും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മാറി വന്നത് എന്നുള്ള ഒരർത്ഥത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാ മനുഷ്യനും മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു പക്ഷേ പിത്തള ശലഭത്തിന് സാധിച്ചിട്ടുണ്ട്. കളിക്കുകയാണെങ്കിൽ അല്ല, കളിക്കണം എന്നല്ലല്ലോ പലപ്പോഴും. ഇതിപ്പോൾ ഒരു കൃതി ആ കാലത്ത് ഇപ്പം ചേട്ടാ നമ്മൾ പറയുന്നത്, ഞാൻ അതിനൊരു കാര്യം പറയണത്, ഒരിക്കലും പല എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃതികൾ അക്കാലത്തൊന്നും ചിലപ്പോൾ പ്രസക്തമായിട്ടുണ്ടാവില്ല. പക്ഷെ ആ രചനയ്ക്ക് അതിൻ്റെ ഒരു അടയാളം ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രയത്നത്തിന് ഒരു അടയാളം ഉണ്ടായി എന്നുള്ളതാണ്. അത് എക്കാലത്തും വായിക്കും. കാരണം അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ കൂടുതൽ കളിച്ചു എന്ന് തോന്നുന്ന പലതും നിലനിന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അക്കാലത്ത് ഇപ്പോൾ ആയിരക്കണക്കിന് സ്റ്റേജിൽ പിന്നിട്ട പല നാടകങ്ങൾക്കും ഒരു കാലം കഴിഞ്ഞോടുകൂടി ഉണ്ടാവില്ല. പക്ഷെ ആ സാമൂഹ്യ പ്രസക്തി കലർത്തിക്കൊണ്ട് പറയാൻ ധൈര്യം കാണിച്ച പോലെ നാടകക്കാർ. ഇത് ഇങ്ങനൊരു നാട്ടിലൊരു കഥ ഉണ്ടായതും അതോടൊപ്പം തന്നെ അത് നമുക്ക് കേൾക്കാനിടയായതും ഇന്നത്തെ കാലമായിട്ട് വളരെയധികം ബന്ധപ്പെടുത്താൻ പറ്റിയതും അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് തന്നെയാണ് നാടകം ഉണ്ടാക്കാനുള്ള കാരണം. അത് ഇനിയുള്ള കാലങ്ങളിലും അത് വളർന്ന് കൂടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പല സ്ഥലത്തും കിണർ അടച്ചു കെട്ടുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതില്ലേ, ഇപ്പോൾ ദളിതം വന്നിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരൻ വന്നിട്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. തമിഴ്നാട്ടിലൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെത്ര പിന്നിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പ്ലസ് ചെയ്ത കാര്യങ്ങൾ വരുള്ളൂ എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വായന നന്നാവും തോന്നുന്നു. അതാണ് ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പം എഴുതിയ നാടകങ്ങളിൽ എനിക്ക് ഭേദപ്പെട്ട് തോന്നിയിട്ടുള്ളതും പിത്തള ശലഭം തന്നെയാണ്. പിത്തള ശലഭം എന്ന് പറയുന്ന പുസ്തകത്തിൽ രണ്ട് നാടകങ്ങളുണ്ട്. ഒന്ന് സേവൂർസോളും, ഇപ്പോൾ അക്കാഡമിയാണ്. അത് അക്കാഡമി വിൻ ചെയ്തിട്ടുള്ളൊരു അന്ന് 80 സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, അതിൽ അന്നത്തെ ജഡ്ജിമാരെന്ന് പറയുന്നത് രമേശ് വർമ്മ പോലുള്ള ഏറ്റവും നാടകത്തെ സ്നേഹിക്കുന്ന ചന്ദ്രദാസും മാഷും, അതുമാതിരി തന്നെ ഇദ്ദേഹമായിരുന്നു ഗോപ ചിദംബരം. അവർ 3 പേരാണ് ആയിരുന്നത്. അപ്പം അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ നാടകത്തിന് വേറെ തരത്തിലുള്ള ഒരു സാധ്യത കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ട് അത് ഞാൻ വിചാരിക്കുന്നത് അവർ കുറച്ചുകൂടി ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരും അറിവാളികളാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. അത് യാതൊരു സംശയമില്ല. കാരണം അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആ തരത്തിലുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ഇതിൻ്റെ ഈ നാടകത്തെക്കുറിച്ചുള്ള രചനയിലുള്ള ഒരു സംഭവത്തിൽ. KPSC പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് തമസ്, ഭീഷ്മസേനയുടെ തമസ് ചേട്ടൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആ കാലത്ത് അതിനോടുള്ള ഒരു കാലം എന്തായിരുന്നു? അത് KPSC എന്നോട് നാടകം ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നൊരു കഥയുണ്ട്. ചുമനതുടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു നാടകം. ആ നാടകം അവർ കൊല്ലത്ത് വെച്ചിട്ട് അവർ KPSCക്കാർ കാണുകയും അപ്പോൾ അവർ പറയണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ നാടകമാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഗോദാവരി പരിലേക്കറിൻ്റെ മനുഷ്യരുണരുമ്പോൾ വരെ ഉള്ള 10 സ്ക്രിപ്റ്റ് അവരോട് പറയണം. അതിലവർക്ക് ഇഷ്ടമായത് ഈ തമസടക്കം. അപ്പോൾ അങ്ങനെ എന്നിട്ടാണ് പിന്നെ സ്ക്രിപ്റ്റ് ആക്കുന്നത്. അങ്ങനെ ആ സ്ക്രിപ്റ്റാക്കി അവിടെ കൊണ്ട് ചെല്ലുന്നു. ആ ഒരു സമയത്ത് അത് വളരെയധികം അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നൊരു സംഭവമാണ്. അതായത് ഏറ്റവും വർഗീയതയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം എന്താ പറയുക ബ്രാഹ്മിൻസ് പ്രശ്നം, ഹിന്ദു പ്രശ്നം നിലനിന്നിരുന്നൊരു സംഭവമാണ്. അതൊന്ന് ആ ഇടയിൽ വായിക്കാൻ പറ്റി. ആ വായിച്ചപ്പോണ്ടായിട്ടുള്ള ഒരു തോന്നലാണ്. അതിൽ ഭയങ്കര 5 ദിവസം കൊണ്ട് എത്രയോ ആളുകൾ 3 ലക്ഷം ആൾക്കാരോ 5 ലക്ഷം ആൾക്കാരൊക്കെയാണ് മരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അനുഭവം
നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശേഷം, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 5 ദിവസം മുന്നാണ് സാധനം നടക്കുന്നത്. അപ്പോൾ അതിലൊരു വളരെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് അതിൽ ക്രൂരത എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ചായക്കടയിൽ വരുന്ന പാല് തുറന്ന് നോക്കുമ്പോൾ അതിൽ മുഴുവൻ ഈ അഗ്രം മുറിച്ചിട്ടുള്ള ലിംഗം മാത്രമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പുറത്ത് വരുന്നത് അതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് നമ്മളൊരു കിണർ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിംസ് വന്ന് ആക്രമിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ ഒരു കിണറ്റിൽ ചാടി മരിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് കിട്ടുന്നത്. ഇതൊക്കെ ഇങ്ങനെ വല്ലാത്ത ഹോണ്ടിങ് ഉണ്ടാക്കിയിട്ടുള്ള. ഇതെങ്ങനെ ശരിക്കും ഞാൻ ചോദിക്കുന്നത്, ഒരു രചനയുടെ അർത്ഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, നോവലിൽ നിന്ന് അത് രചനയിലേക്ക് പ്രൊഫഷണൽ തിയേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് കോംപ്രമൈസ് വേണ്ടി വന്നിട്ടുണ്ട്. കോംപ്രമൈസ് ചെയ്യാൻ അവിടെ ശ്രമിച്ചിട്ടില്ല. അവിടെ പരമാവധി നമുക്കറിയുന്ന, നമുക്ക് കിട്ടാവുന്ന സങ്കേതം വെച്ച് നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ശരി തെറ്റുകൾ, അതിൽ കുറവ് കൂടുതലൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അതിൽ നന്നായി ചിലപ്പോൾ വേറെ ആൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് വയ്ക്കുകയും ഏകദേശം 300 പേരിൽ നിന്ന് 25 പേരെ സെലക്ട് ചെയ്തിട്ടാണ് നാടകം. ഒക്കെ പുതിയ ആളുകളായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവതരണത്തെക്കുറിച്ച് അല്ല നമ്മൾ ആ കൃതി എന്നുള്ളത് എനിക്ക് അത് വളരെ അത്യാവശ്യം എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സീനുകളും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. ഭീഷ്മസാഗിനിയുടെ വേറെ ഒന്നുകൂടെ ചേച്ചിയുടെ നാടകമാക്കി. ഭീഷ്മസാഗിനിയുടെ പാലി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പാലി അതും ഈ ഇതിൻ്റെ കാലത്ത്, അങ്ങോട്ട് വിഭജനത്തിൻ്റെ കാലത്ത് ആൾക്കാർ പോകുമ്പോൾ ഒരു കുട്ടി നഷ്ടപ്പെടുന്നതും, ആ കുട്ടി ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് പറയാൻ പറ്റാത്തക്ക രീതിയിൽ വളർന്നു വരികയും 2 തരത്തിലുള്ള ഹിന്ദു സമുദായത്തിൽ പെടുന്ന മറ്റേ ആശാന്മാരും ഗുരുക്കന്മാരും അതുപോലെ തന്നെ ഇതിലെ മൗലവിമാരും കൂടി നിൽക്കുന്നൊരു സംഘർഷവും, ആ സംഘർഷത്തിന് തുടർന്നുണ്ടാവുന്ന ആ കുട്ടിയുടെ നിലപാടാണ്. ആ കുട്ടിയുടെ നിലപാടായിരുന്നു എൻ്റെ നിലപാട്. എനിക്ക് രണ്ടും ആവണ്ടെന്ന് പറയുന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അങ്ങനെ കഥാപാത്രം ഇല്ല, ആ കഥാപാത്രം അങ്ങനെ സംസാരിക്കില്ല, പക്ഷേ അത് നമ്മൾ ഇൻ്റർപ്രട്ട് ചെയ്തിട്ടുള്ളതാണ്. അതോടുകൂടിയിട്ട് ആ പ്രശ്നം അവസാനിക്കുകയാണ്. ആ കുട്ടിക്ക് ഇഷ്ടമുള്ളിടത്ത് ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ വരുന്ന ഒരു സ്ഥലത്താണ്. ചേട്ടാ മറന്നു പോകുന്ന ഒരുപാട് നാടകങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ, നാടകങ്ങൾ കുറേ ഉണ്ടല്ലോ. കണക്ക് നമ്മൾ കാരണം ആ ഒരു വഴിയിലൂടെ ആരും അങ്ങനെ അത്രയുണ്ട് ചേട്ടനെ ശ്രദ്ധിച്ചിട്ടില്ല രചനയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ചോമനതുടിയൊക്കെ ഒരർത്ഥത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ അന്ന് വരെ കണ്ടിരുന്ന മലയാള നാടക രീതികൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ച കൃതി തന്നെയായിരുന്നു. അതാണ് ഒരു കാരണം. കാരണം നമ്മൾക്കുണ്ടായിരുന്ന ഒരു തിയേറ്ററിൻ്റെ ഒരു മുഖ്യധാരാ തിയേറ്ററിലേക്കുള്ള ഒരു പരിവർത്തനം ആണ്. അപ്പോൾ ചോമനതുടി വായനയിൽ നിന്ന് ഇത്തരം ഒരു തിയേറ്ററിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക്. അതായത് നമ്മുടെ നാടക സങ്കല്പത്തിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുള്ള ഒരു സമിതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാടകം ചെയ്തിട്ടുള്ളൂ. ഒരു ടീം നാടകം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിലുള്ള നാടകം കളിക്കലല്ല നമ്മുടെ പണി. നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ സൂര്യവട്ടം തരുന്നു. സൂര്യവട്ടം ചെയ്തിട്ടുണ്ട്. ഉൽപ്പന്നത്തിൽ സൂര്യവട്ടുണ്ട്. സൂര്യവട്ടം നിങ്ങൾ ഒരാഴ്ച വായിച്ചോളൂ, എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവർ പറഞ്ഞത് ഒരു നാടകം കളിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി പൊളിഞ്ഞു പോവുകയാണെങ്കിൽ പോട്ടെ, ഇതന്നെ കളിച്ചാൽ മതി എന്ന് തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ചെയ്യുന്ന സ്ഥലത്തെ ഞാൻ നാടകം ചെയ്യാറുള്ളൂ. അപ്പോൾ എഴുത്തുകാരന് ശരിക്കും പക്ഷമുണ്ടോ? പക്ഷമുണ്ടല്ലോ, ഉണ്ട്. പക്ഷമില്ലാത്ത എഴുത്തുകാരൻ എഴുതണം എന്തിനാ? അത് ശരി. അപ്പോൾ അത് അധികാരത്തോട് ചേർന്നിട്ടുള്ള ഒരു പക്ഷമാണോ? അല്ലല്ല, അധികാരത്തോട് ചേർന്ന പക്ഷം ആവണമെന്നില്ലല്ലോ. നമ്മുടെ ജീവിത രീതി അനുസരിച്ച് നമുക്ക് ഏത് പക്ഷത്ത് നിൽക്കാം. നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ എന്താണ് കാണുന്നത്, അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിൽക്കാം. രചന എങ്ങനെ മാറി നിൽക്കും? രചന മാറി നിൽക്കേണ്ട കാര്യം മാറില്ല. അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതാൻ പറ്റില്ല, അതിൽ കളിക്കാൻ പറ്റില്ല. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിനോടൊരു ഭയപ്പാടില്ലേ, ഒരു പേടിയില്ലേ, അവരോടൊരു ഉത്തരവാദിത്തമില്ലേ. അതില്ലാതെ കണ്ട് നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ട് എന്ത് കാര്യം? അപ്പം നിഷ്പക്ഷത ഇല്ല. അങ്ങനെയല്ല, നിഷ്പക്ഷതയല്ല, ഒരു പക്ഷം തന്നെയാണ്. അത് എന്തോ കൊമ്പ് വിളിച്ചും തകല് കൊട്ടിട്ടൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല. അതറിയും. നമ്മൾ നാടകം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ നാടകം കണ്ടിട്ട് തീരുമാനിക്കണം. അല്ലാതെ പോസ്റ്റ് ഒട്ടിച്ചാൽ മാത്രം പാർട്ടിക്കാരനാവുമെന്ന് പറയുന്ന ഒരു രീതിയല്ല നമുക്ക് വേണ്ടത്. ഞാൻ ചോദിക്കുന്ന ഇതാണ്, ശശിയേട്ടൻ ഇനി പുതിയതായിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ അതേതായിരിക്കും? പുതിയതായിട്ട് എഴുതാനുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഈ 2 നാടകങ്ങളുണ്ട്. ഇതേപോലെ തന്നെ ഈ എന്താ പറയുക, എൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര്, ആ പേര് ഞാൻ വിട്ടുപോയി. അതിൽ ഏകദേശം ഈ പിത്തളകൽപ്പം പോലെ തന്നെ ഉള്ളൊരു സംഭവം, ഒരു ദളിതൻ്റെ ഒരു ചതിയുടെ വിഷയമാണ്. അതും ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായനയിൽ നിന്ന് കിട്ടിയുള്ള കുറേ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു വർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത്
ഒരു 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 വസ്തു ഇങ്ങനെ വെച്ചിട്ട് ഈ ലോകത്തിലുള്ള കലകൾ അവരിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുകയാണെങ്കിൽ, നല്ലത് മാത്രം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല മനുഷ്യനായിട്ട് മാറില്ലേ. അപ്പോൾ അവനിലേക്ക് ഇങ്ങനെ കലകളെങ്ങനെ കൊടുത്ത് ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ, യുദ്ധം എങ്ങനെ ഉണ്ടാവുന്നു, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, യുദ്ധത്തിന് ശേഷം, ഇത് മൂന്നും അവനെ പഠിപ്പിക്കാൻ നേരിയ. അപ്പോൾ അത് ലോകത്തുള്ള പല കഥകളിലും അതിമാനുഷ്യരായിട്ടുള്ളതും അല്ലാത്തവരായിട്ടുള്ള നല്ല സത്യസന്ധരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളെ അത് മുന്നിൽ വെച്ചിട്ട് അത് ഇവന് പറഞ്ഞു കൊടുക്കാൻ നേരിയ. പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ കുറേ കഴിയുന്ന സമയത്ത് കൂടിയാട്ടം പോലുള്ളൊരു സംഭവത്തിലേക്ക് ആ സാധനം എത്തുകയാണ്. ആ കൂടിയാട്ടം എത്തുന്നതോട് കൂടിയിട്ട് അവനിതെല്ലാം പഠിച്ചെടുത്തുന്നു, അവൻ യഥാർത്ഥത്തിലുള്ളൊരു മനുഷ്യനായി മാറുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലുള്ളൊരു സംഭവമുണ്ട്. അതാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് എഴുതാൻ ആഗ്രഹിച്ചിട്ടുള്ള കുറേ വർക്കുകൾ നടന്നു കഴിഞ്ഞിട്ടുള്ള അത് വേറെ സംഭവം. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കും അതോടൊപ്പം തന്നെ ആക്ടിങ്ങിൽ കുറച്ചും കൂടി മികവ് പുലർത്തിയിട്ടുള്ള ഒരാളും ഉണ്ടായാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇത് ആരംഭിക്കുന്ന ഉഷാ നങ്ങിയാലാണ്. അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവർ ഓക്കെയാണ്. പീശപ്പള്ളി രാജീവ്, അതേപോലെ തന്നെ VPS കളരി സംഘത്തിലെ ആശാൻ സജീവൻ, ആക്ലേവ് സജീവൻ. ഇങ്ങനെയാണ് ആക്ലേവ് സജീവനാണ് ആ കുട്ടി. അപ്പോൾ അരങ്ങ് കണ്ടിട്ടാണ് തീർച്ചയായിട്ടും അത് അരങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിർത്താൻ തോന്നുന്നു. അയ്യോ, അങ്ങനെയാണ്. അത്തരം ഒരു ഘട്ടത്തിലാണ് അതിന്റെ മുകളിലുള്ള സ്വപ്നം. അത് യാതൊരു സംശയമില്ല. അത് അങ്ങനെയാണ്. കാരണം അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ പീശപ്പള്ളിക്ക് പറഞ്ഞ് കഥകളി സാധനം ചെയ്യിക്കുന്ന ആൾക്കാർ ഞങ്ങൾ കഥകളിക്കാരനെ ചെയ്യാം. കളരി ആള് പറഞ്ഞ് ഷൈജാശൻ പറഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ടുവരാം, ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ സജീവൻ നമ്മുടെ കുട്ടികൾ, അങ്ങനെ 3-4 ഗ്രൂപ്പ്, ഒരു ഏകദേശം ഒരു 40 പേര് വേണം. ഉഷ ടീച്ചർ പറഞ്ഞ് ഞാനിത് സെറ്റാക്കാനായിട്ട് ഞാൻ വരാം, വന്നു കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് വേറെ ആളെ വെച്ച് ചെയ്യാം, എന്താണെങ്കിലും പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം കിടക്കുന്നത് ഒരു ഇന്ത്യൻ ക്ലാസിക്. അതാണ് ഇനി അടുത്തൊരു മുന്നോട്ടുള്ള. അത് എളുപ്പമല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അത് ശ്രീകുമാറൊക്കെ എന്നാൾ വിളിച്ചു പറഞ്ഞ് എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തിൽ നിന്ന് ഈ മനുഷ്യ സൗഹൃദങ്ങളും ബന്ധങ്ങളും പല ആളുകളുടെ ഇടപെടലിലൂടെയാണല്ലോ ഒരു രചനയുടെ തലത്തിലേക്ക് വരുന്നത്. അതിനെ ഈ ഇന്ത്യൻ സാഹിത്യത്തെ ആയാലും ലോക സാഹിത്യത്തെ ആയാലും ഒക്കെ പരിചയപ്പെടുത്താനും അതിൻ്റെ പരിശ്രമം ഒന്നും വെറുതെ ആയില്ല. അപ്പോൾ ശശിധരൻ്റെ എഴുത്തു വഴികൾക്ക് ഒരുപാട് ആശംസകൾ. അയ്യോ, വളരെ സന്തോഷം. ഇത് ഇങ്ങനെ ഒരു ചോദ്യം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. എഴുത്തു വഴികളെ കുറിച്ചുള്ള ഒരു സംഭവം അതായത് ചോദിക്കാൻ അർഹതപ്പെട്ട പ്രിയം തന്നെയാണ്, യാതൊരു സംശയമില്ല. അത്രയും അനുഭവങ്ങളും പരിചയങ്ങളുള്ള അതൊക്കെ നീ എഴുതിയൊക്കെ വെച്ചിട്ട് സംസാരിക്കണം. ആളുകൾ പൂരിപ്പിക്കട്ടെ. ഓക്കെ, സന്തോഷം.